आप प्रभु की स्तुति करता हूँ। प्रभु की स्तुति करता हूँ कि प्रभु ने इस प्रकार से सुबह का समय में परमेश्वर का पवित्र वचन बोलने के लिए परमेश्वर ने इस प्रकार से एक अपॉर्चुनिटी दिया करके मेरा मन धन्यवादी है। കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം വചനം സംസാരിക്കുവാൻ അവസരം ഒരുക്കിയ ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. मेरा नाम रतन है। എന്റെ പേര് രത്തൻ എന്നാണ്. और मैं इधर अपना मुंबई का एक वडाला नाम का एक जगह है, वहाँ पे परमेश्वर की सेवकाई करता हूँ। മുംബൈയിൽ വഡാല എന്ന സ്ഥലത്ത് ഞാൻ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. प्रभु ने अपना प्रार्थना, जो भी अपना सुबह का प्रार्थना होता है, सुबह का प्रार्थना के द्वारा प्रभु ने अच्छा एक आराधनालय हमें दिया है। ഈ രാവിലെയുള്ള പ്രാർത്ഥന മുഖാന്തരം ദൈവം എന്നെ മാനിച്ചു. എനിക്ക് നല്ലൊരു ആരാധനാലയം ദൈവം ഒരുക്കി തന്നു. अभी ये दूसरा संडे ही है, आज पहला संडे हो गया, आज का दूसरा ही संडे, कोई नया जो आराधनालय है उसमें अभी ये दूसरा संडे। പുതിയ ആരാധന സ്ഥലത്ത് ആരാധിക്കുവാൻ പോകുന്നത് ഇത് രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. तो अपना पास्टर थॉमसन आके वो आराधनालय को अर्पण का प्रार्थना सब किए थे। തോംസൺ പാസ്റ്റർ കടന്നു വന്ന് ആരാധനാലയത്തെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാനിടയായി. तो अपना ये सुबह का प्रार्थना के द्वारा परमेश्वर बहुत कई प्रकार के अनुग्रह दे रहे हैं। ഈ രാവിലെയുള്ള പ്രഭാത പ്രാർത്ഥന മുഖാന്തരം ദൈവം എന്നെ വളരെ രീതിയിൽ അനുഗ്രഹിക്കുന്നുണ്ട്. इसलिए मेरा मन बहुत धन्यवादी है। അതുകൊണ്ട് എന്റെ ഹൃദയം വളരെ സന്തോഷമുള്ളതാണ്. तो मैं सुबह का समय में बात करना चाहता हूँ तामार के बारे में। ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് താമാറിനെ കുറിച്ചാണ്. तो यीशु मसीह की जो वंशावली है उसमें जिन स्त्रियों के नाम है उसमें तामार का भी नाम है। യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ചില സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരു സ്ത്രീയുടെ പേര് താമാർ എന്നാണ്. मत्ती रचित सुसमाचार 1 अध्याय 3 नंबर वचन में तामार का जिक्र किया गया है। മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ താമാറിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ये उत्पत्ति का किताब उसका 38 नंबर का अध्याय 1 से लेकर आगे अगर अपन पढ़ते हैं तो तामार के बारे में लिखा हुआ है। ഉൽപ്പത്തിയുടെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 1 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 38 हाँ 38 പ്രീശലോട് 1 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് താമാറിനെ കുറിച്ച് കാണുവാൻ കഴിയും. एक तामार किस प्रकार से एक बुद्धिमान स्त्री है। ഈ താമാർ എന്നുള്ളത് ഒരു ബുദ്ധിമതിയായ സ്ത്രീയാണ്. कि वो एक मतलब जीवन प्राप्त करना चाहती है। അവൾ ആമെ ജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്. तो लेकिन उसके लिए इतना आसान नहीं है वो। എന്നാൽ അത് പ്രാപിച്ചെടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. तो उसके जो ससुर है, तामार का जो ससुर है उसका नाम यहूदा। താമാറിന്റെ അമ്മായി അച്ഛനാണ് യഹൂദ. तो यहूदा को 3 लड़का लोग हैं। हाँ पास्टर, यहूदा को 3 लड़का लोग हैं। യഹൂദയ്ക്ക് 3 മക്കളുണ്ട്. एर, ओनान और शेला। ഓനാൻ ഷേല എന്നാണ് അവരുടെ പേര്. तो लेकिन अभी उसको एक जीवन प्राप्त करना बड़ा मुश्किल का काम हो गया। തനിക്ക് ആമെ ജീവിക്കുവാൻ അല്ലെങ്കിൽ തന്റെ ജീവിതം പ്രാപിച്ചെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു വിഷയമായിരുന്നു. लेकिन अपन देखते हैं पवित्र शास्त्र में कि अगर दाऊद जो है, दाऊद गोलियत के सामने जब खड़ा रहता है, ये भी इतना कोई आसान नहीं है। നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട് ദാവീദ്
ഗോലിയാത്തിന്റെ മുമ്പ് നിൽക്കുക എന്നുള്ളത് അത് നിസാരമായ കാര്യമല്ല. अब्राहम और सारा अभी इस मरे हुए शरीर में एक संतान प्राप्त करना ये भी कोई आसान बात नहीं है। അബ്രഹാം സാറയുടെ ജീവിതം നിർജീവമായ ശരീരത്തിൽ നിന്നും അവർക്ക് ഒരു പുത്രോത്പാദനം നടത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് നന്മ പ്രാപിക്കുക എന്നുള്ളത് അത് നിസ്സാര കാര്യമല്ല. अब मरियम को भी अपना आ, मरियम को अपने पेट में ये परमेश्वर का पुत्र का वो बीज प्राप्त करना भी इतना आसान तो नहीं था। ആമേൻ. കന്യയായ മറിയം യേശുവിനെ തന്റെ ഉദരത്തിൽ വഹിക്കുക എന്നുള്ളത് അതും ഒരു നിസാരമായ കാര്യമല്ല. इसी प्रकार से तामार को भी अभी जीवन प्राप्त करना ये भी कोई आसान बात नहीं थी। താമാർ ജീവിതത്തിലും തനിക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് അത് നിസാര കാര്യമല്ല. तो तामार की शादी एर के साथ होती है। താമാറിന്റെ വിവാഹം യൂദയുടെ മൂത്ത മകനുമായിട്ട് നടന്നു. लेकिन परमेश्वर के नजर में एर जो है वो दुष्ट निकला। എന്നാൽ ദൈവസന്നിധിയിൽ ഏറെന്നുള്ള ആമേൻ മൂത്ത മകൻ അവൻ ദുഷ്ടനായി തീർന്നു. वो जीवन प्राप्त नहीं करना चाहता है। അവൻ ആമേൻ ജീവൻ പ്രാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയായിരുന്നു. फिर उसकी शादी होती है उसका जो भाई है ओनान के साथ। അതിനുശേഷം തന്റെ വിവാഹം, ഈ താമാറിന്റെ വിവാഹം രണ്ടാമത്തെ മകനായ लेकिन वो भी परमेश्वर के नजर में दुष्ट निकला। അവനും ദൈവസന്നിധിയിൽ നീതിമാനായി തീർന്നില്ല. तो परमेश्वर ने क्या किया, उन दोनों को भी मार डाला। എന്നാൽ ദൈവം ഈ രണ്ട് മക്കളെയും മരണത്തിലേൽപ്പിച്ചു. मैं ये जो बता रहा हूँ उत्पत्ति का 38 नंबर अध्याय का 1 से लेकर आगे वो उधर सब ये लिखा हुआ है। ഉൽപ്പത്തിയുടെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. अब प्रश्न ये आता है कि परमेश्वर ने एर को ओनान को क्यों परमेश्वर ने उनको मार डाला। ഇവിടെ എന്തുകൊണ്ടാണ് ഈ യൂദയുടെ മക്കളായ രണ്ടുപേരെയും, അതായത് ഏർ, ഓനാൻ, ഈ രണ്ടുപേരെയും ആമേൻ മരണത്തിന് ഏൽപ്പിച്ചത്? परमेश्वर के नजर में वो दुष्ट निकले। ഇവർ രണ്ടുപേരും ദൈവസന്നിധി നീതിയുള്ളവരായി തീർന്നില്ല, അതുകൊണ്ടാണ് ദൈവം അവരെ കൊന്നുകളഞ്ഞത്. वो लोग के मन में वचन नहीं है। അവരുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ വചനമില്ലായിരുന്നു. जैसे उत्पत्ति 12 नंबर अध्याय में अब्राहम को परमेश्वर ने वचन दिया था कि तेरा वंश तारों के समान, तू राष्ट्र का पिता बन जाएगा करके परमेश्वर ने जो वचन दिया था वो वचन उनके मन में नहीं है। ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ആമേൻ, നിന്റെ സന്തതി നക്ഷത്രങ്ങളെ പോലെ വർദ്ധിക്കും എന്നുള്ള ദൈവത്തിന്റെ ആ വാഗ്ദത്തം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഇവരുടെ ഹൃദയങ്ങളിൽ ഇല്ലായിരുന്നു. हाँ, लेकिन तामार के मन में परमेश्वर का वचन है। എന്നാൽ താമാറിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു. हाँ, ये जो परमेश्वर का जो योजना है, परमेश्वर का जो अब्राहम का जो वंश है, अब्राहम का जो राष्ट्र का पिता बनने वाला है, तो यहूदा से संतान प्राप्त होना जरूरी है। അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തം, ആമേൻ, നീ രാഷ്ട്രങ്ങളുടെ പിതാവായി തീരും എന്നുള്ള വാഗ്ദത്തം നിറവേറുവാൻ ഈ താമാറിൽ കൂടെ ദൈവത്തിന്, ആമേൻ, ഈ താമാറിൽ കൂടെ സന്തതി ജനിക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. लेकिन अभी तामार को जीवन प्राप्त करना, क्योंकि अभी उसका पहला वो यहूदा का पहला बेटा एर भी मारा गया और ओनान भी मारा गया। अभी तामार को इस प्रकार से मतलब वचन तो उसके मन में है, विश्वास है, लेकिन अभी जीवन प्राप्त करना बहुत कठिन हो गया है। താമാറിന്റെ ആദ്യ ഭർത്താവായ ഏർ യഹോവയ്ക്ക് അനുസരണമായതുകൊണ്ട് അവൻ മരണപ്പെടുവാനിടയായി, എന്നാൽ ഓനാനും നഷ്ടപ്പെടുവാനിടയായി. പക്ഷേ
താമാറിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, വചനമുണ്ട്. അവളിൽ കൂടെ ദൈവം ആമേൻ തന്റെ സന്തതിയെ ഉൽപ്പാദിപ്പിക്കണം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അവളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു. तो आत्मिक जीवन जीना जो है, आत्मिक जीवन जीना है, अच्छा आत्मिक जीवन जीना है, तो फिर हमें फिर कठिनाई आती है। ആത്മീക ജീവിതം നയിക്കണമെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. फिर दो बातें, दो चीजें साथ नहीं हो सकती है, दो चीजें, दो बात एक साथ नहीं हो सकते हैं। രണ്ട് വിഷയം ആമേൻ ഒരുപോലെ പോകുവാൻ സാധ്യമല്ല. बहुत ही अच्छा एक आत्मिक जीवन और दूसरा है बहुत ही मतलब ऐशो आराम का जीवन भी चाहिए और बहुत सारा अच्छा एक आत्मिक जीवन भी चाहिए, तो दोनों साथ में नहीं हो सकता है। ഈ ലോകത്തിൽ ആമേൻ സുഖഭദ്രമായി ജീവിക്കുക എന്നുള്ളതും നല്ലൊരു ആത്മീയ ജീവിതം നയിക്കുക എന്നുള്ളതും ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. क्योंकि अभी तामार जो है वो एक बुद्धिमान स्त्री है, उसके मन में वचन है, उसका आत्मिक जीवन है उसके पास, लेकिन अभी आसान नहीं है उसके लिए। താമാർ എന്നുള്ളത് ബുദ്ധിമതിയായ സ്ത്രീ ആയിരുന്നു. അവൾക്ക് ഒരു ആത്മീയ ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. तो आत्मिक जीवन जीते समय बहुत सारे मुश्किलें का सामना करना पड़ता है। ആമേൻ ഈ ആത്മീയ ജീവിതം ആമേൻ നയിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുകൾ, പ്രതികൂലങ്ങൾ സഹിക്കും. और कठिनाई का सामना करना पड़ता है। സോറി कठिनाई का सामना വളരെ ആമേൻ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കടന്നു പോകേണ്ടി വരുന്നു. मन में कभी कभी दर्द होता है। മാനസികമായി വളരെ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നു. ये सारी चीजें जो है हमारे आत्मिक जीवन को बढ़ाने वाली ही है। നമ്മുടെ ആത്മീയ ജീവൻ വർദ്ധിപ്പിക്കുവാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. लेकिन अभी आराम का जीवन, ऐशो आराम का जीवन, तो ये आत्मिक जीवन को बढ़ने नहीं देता है। ഈ ലോകത്തിലെ സുഖഭദ്രമായ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെയുള്ള ആ വാസം ആത്മീയ ജീവിതത്തിന് വളരെ തടസ്സങ്ങൾ നേരിടുന്നു. अगर हमारा जीवन एकदम आसान हो जाता है सब कुछ, तो फिर आत्मिक जीवन जीना कठिन हो जाता है। നമ്മുടെ ആമേൻ ഭൗതിക ജീവിതം ഏറ്റവും സരളമായി എല്ലാം സ്മൂത്തായി നടക്കുന്നുവെങ്കിൽ ആത്മീയ ജീവിതത്തിന് വളരെ പ്രതികൂലങ്ങൾ കടന്നു വരും. लेकिन हमारा जीवन जब कठिन हो जाता है तो आत्मिक जीवन जीना आसान हो जाता है। അതെ, നമ്മുടെ ആമേൻ ഭൗതികമായ വിഷയങ്ങളിൽ വർധനവ് വരുമ്പോൾ അല്ലെങ്കിൽ സുഖകര അവസ്ഥയിലായിരിക്കുമ്പോൾ ആത്മീയ ജീവിതം വളരെ പ്രതികൂലമായി തീരും. अगर हम लोग मूसा के बारे में देखेंगे മോശയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ तो जब उसका जन्म हुआ तो उसके माँ ने 3 महीना घर में उसको छिपा के रखा था। മോശ ജനിച്ചു കഴിഞ്ഞ് 3 മാസത്തോളം ആമേൻ തന്റെ മാതാവ് ഒളിച്ചു വെക്കാനിടയായി. अब जब उसका जन्म हो गया था मूसा का, तो ये एक सोच उनके मन में आए कि ये बच्चा एक सुंदर है, मतलब ये परमेश्वर का कुछ खास है। മോശ ജനിക്കുമ്പോൾ തന്റെ അമ്മയപ്പന്മാർ നോക്കുമ്പോൾ അവർ കണ്ടത് അവൻ വളരെ സൗന്ദര്യമുള്ളവനാണ്, ഇവൻ ദൈവത്തിന് വേണ്ടി ഏറ്റവും പ്രയോജനമുള്ളവനാണെന്ന് അവർക്ക് മനസ്സിലായി. तो फिर मूसा के माँ ने 3 महीना उसको छिपा के रखे, लेकिन अभी उसके मन में दो चीजें हैं। पहली बात है कि क्योंकि फिरौन ने ऐसा एक कानून निकाला, ऐसा एक नियम बनाया कि अगर लड़का जन्म होता है तो उसको मार डाला जाए और उसको वो नील नदी में फेंक कर वो उसका वो जो क्रोकोडाइल का वो भोजन बन जाए। പ്രീശലോട് മോശ ജനിക്കുമ്പോൾ വളരെ പ്രതികൂലമായ സാഹചര്യമായിരുന്നു. ആൺകുഞ്ഞുങ്ങളെ എല്ലാം നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയുക, അവിടുത്തെ മുതലകളെ ഭക്ഷിക്കുക, അവർക്ക് ഭക്ഷണമായി കൊടുക്കുക എന്നുള്ള ഒരു കഠിനമായ നിയമം പാസ്സാക്കുമ്പോഴാണ് മോശ ജനിക്കുന്നത്. लेकिन अभी दूसरा भी परमेश्वर का भी सोच उसके मन में है कि ये बालक एक सुंदर है, ये बालक कुछ विशेष है। എന്നാൽ ആ സമയം തന്നെ അവരുടെ ഹൃദയത്തിൽ ഒരു ചിന്ത, ഈ ബാലൻ സൗന്ദര്യമുള്ളവനാണ്, ഇവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവനാണ്. लेकिन वो अभी
ये जो उसका वो जो राजा ने जो नियम निकाला, राजा ने जो कानून बनाया था लड़का लोग को मारने का, लेकिन वो उस सोच के पीछे न जाते हुए वो परमेश्वर के सोच के पीछे गई। എന്നാൽ ആ സമയത്ത് നമുക്കറിയാം രാജാവ് അവിടെ വലിയൊരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക ഈ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളത്. പക്ഷെ അവരുടെ ചിന്ത ആ രീതിയിലല്ല പോയത്. അവർ കുഞ്ഞിന്റെ മേലാണ് അവർ ശ്രദ്ധ വെച്ചത്. तो फिर मूसा मूसा को जब पानी में नील नदी में छोड़ा गया, और वो मूसा का जो पहले 40 साल है, पहले 40 साल वो उस फिरौन के महल में रहता है आराम के साथ। എന്നാൽ ആ കുഞ്ഞിനെ അവർ നൈൽ നദിയിൽ ഒഴുക്കിവിടാൻ ഇടയായി. തുടർന്ന് 40 വർഷം മോശ മിസ്രയീമിൽ ഒരു രാജഗൃഹത്തിൽ അവൻ വളരെ സുഖഭദ്രമായ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടെയാണ് വാണത്. लेकिन जब वो देखता है कि मिस्री लोग इज़राइल इज़राइली जो है, इज़राइल को वो मार रहे हैं और वो मर्डर करता है, और उसी भय के साथ वो वहां से भाग जाता है। എന്നാൽ ആമേൻ നാം കാണുന്നു മിസ്രയീം ജനം ഇസ്രായേൽ ജനങ്ങളെ ഉപദ്രവിക്കുക, അവരെ വളരെ ബുദ്ധിമുട്ടിക്കുകയും ഉപദ്രവിക്കുകയും കൊന്നൊടുക്കുന്നത് കാണുവാൻ കഴിയും. और फिर उसके आगे वाले जो 40 साल है वो बड़े कठिनाई के हो जाते हैं, और वो वहां पर भेड़ बकरियों को चराने वाला रहता है। और अभी महल में रहने वाला मूसा, अब वो एकदम जंगल में इस प्रकार से भेड़ बकरी चराता है। എന്നാൽ ആമേൻ നാം കാണുന്നത് മോശയുടെ രണ്ടാമത്തെ 40 വർഷം എന്നുള്ളത് വളരെ കഠിനമേറിയ അല്ലെങ്കിൽ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. और जब वो कठिनाई का एक जीवन जीता है, तभी परमेश्वर का दर्शन उसे होता है। ആ വളരെ ദുഷ്കരമായ ജീവിതം നയിക്കുമ്പോൾ ദൈവിക്കുന്നു. और आगे वाले फिर 40 साल वो परमेश्वर के हाथों में रहकर परमेश्वर का काम करता है। അതിനുശേഷമുള്ള 40 വർഷം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തിന് വേണ്ടി അവൻ അധ്വാനിക്കുന്നത് കാണുവാൻ കഴിയും. तो फिर मूसा के पास में भी दो प्रकार की सोच थी। മോശയുടെ ജീവിതത്തിൽ രണ്ട് വിധമായ ചിന്തകൾ ഉണ്ടായിരുന്നു. आ, आ, अब वो जो उसको जब परमेश्वर ने बोला कि तुझे फिरौन के पास जाना है, तो उसके पास दो सोच है कि मैं अभी राजा के पास जाऊं या नहीं जाऊं, या मैं परमेश्वर का सोच के पीछे जाऊं। ദൈവം അവനോട് പറഞ്ഞു, ആമേൻ, നീ ഇപ്പോൾ രാജാവിന്റെ അടുക്കൽ, അതായത് ഫറവോന്റെ അടുക്കൽ ചെന്ന് മുഖം കാണിക്കുക എന്ന് അവനോട് പറയുമ്പോൾ അവൻ ചിന്തിച്ചു, ഞാൻ ദൈവത്തിന്റെ കൽപ്പന तो കേൾക്കണമോ അതോ തന്റെ ഇഷ്ടപ്രകാരം മുന്നേറണമോ? परमेश्वर जो है मूसा को सही रीति से, मूसा को बराबर से अपनी योजना के अनुसार मूसा को परमेश्वर चलाता है। ദൈവം മോശയെ തന്റെ तो प्रभु की स्तुति हो। तो तामार जो है, आ, जब वो परमेश्वर के इच्छा को जानती है, परमेश्वर के प्लान को वो समझती है, परमेश्वर का जो मन है उसको वो ग्रहण करती है। താമാർ ദൈവത്തിന്റെ ആമേൻ പദ്ധതികളെ കുറിച്ച് അറിയുന്നു, അവിടെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അറിയുന്നു, ദൈവത്തിന്റെ ഹിതപ്രകാരം മുന്നേറാൻ ആഗ്രഹിക്കുന്നു. तामार जो है, तामार परमेश्वर के अनुग्रह को, परमेश्वर के अनुग्रह का इंतजार करने वाली स्त्री है। താമാർ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. तामार ने परमेश्वर का जो मन है अपने अंदर रखा है। താമാർ ആമേൻ ദൈവത്തിന്റെ മനസ്സിൻ പ്രകാരം ജീവിക്കുകയായിരുന്നു. तो लेकिन परमेश्वर ने दोनों को तो नष्ट किया, मतलब इसको किसको, एर को और ओनान को तो नष्ट कर दिया। ദൈവം ഏറിനെയും ഓനാനെയും ആമേ നശിപ്പിച്ചു കളഞ്ഞു. परमेश्वर का इच्छा है कि यहूदा के द्वारा जीवन प्राप्त हो और अब्राहम को दिया हुआ वचन आगे चले।
എന്നാൽ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി യഹൂദയിൽ കൂടെ സന്തതി ജനിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. अभी ये जो यहूदा का तीसरा बेटा है शेला करके, तो अभी यहूदा सोचता है कि ये तामार के साथ शादी होके मेरे दो बेटे का मृत्यु हो गया है, अभी अगर मैं तीसरे के साथ इसका शादी करूंगा शेला के साथ में, वो भी ये तामार उसको खा जाएगी. എന്നാൽ ഈ യഹൂദ തന്റെ 2 മക്കളെയും ഈ താമാറിന് വിവാഹം ചെയ്തു കൊടുത്തു. ആ 2 മക്കളും മരണപ്പെട്ടു. ഇനി ഞാൻ എന്റെ മകനായ ശേലയെയും വിവാഹം ചെയ്ത് കൊടുത്താൽ അവനെയും മരണത്തിലേക്ക് അവളെ ഏൽപ്പിക്കും. അതുകൊണ്ട് അവനെ കൊടുക്കുവാൻ അവൻ താല്പര്യപ്പെട്ടില്ല. अब इसलिए यहूदा जो है शेला के साथ उसका शादी नहीं करता है, शेला के साथ में. അതുകൊണ്ട് യഹൂദ ശേലയോടൊപ്പം താമാറിനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. और तामार एक बुद्धिमान स्त्री होने की वजह से वो सोचती है कि अभी एर भी मर गया, ओनान भी मर गया, अभी शेला के साथ तो अभी यहूदा शादी करके दे रहा नहीं. താമാർ നോക്കുമ്പോൾ ഏറും ഓനാനും മരണപ്പെട്ടു. അവർ രണ്ടുപേരും മരണപ്പെട്ടതിന് ശേഷം അടുത്ത ശേലയെ തനിക്ക് വിവാഹം കഴിച്ച് തരുന്നില്ല, യഹൂദ വിവാഹം കഴിച്ച് തരുന്നില്ല എന്ന് താമാർ കണ്ടിട്ട്, तो लेकिन तामार जो है वो 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 यहूदा का जो वंश है उसको आगे बढ़ाना चाहती है, क्योंकि ये परमेश्वर की इच्छा को उसने जान लिया था. താമാർ യഹൂദയുടെ പാരമ്പര്യം വംശത്തെ നിലനിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ അവൾ ദൈവത്തിന്റെ ആ പദ്ധതിക്ക് അനുസരിച്ചാണ് അവൾ മുന്നേറിയത്. तो इसलिए फिर वो तामार जो करती है, हम सब जानते हैं कि तामार जो संतान प्राप्त करती है वो अपने ससुर जो है वो यहूदा से, हालांकि ये मुश्किल है, लेकिन वो एक विशेष प्रकार के जो कपड़ा पहनती है, रास्ते में बैठती है, मुंह ढक लेती है, और इस प्रकार से मतलब वो एक वेश्या बन जाती है. वो उसका मन में ये बात है कि हाँ, मुझे परमेश्वर का इच्छा को पूरा करना है. എന്നാൽ ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കാൻ വേണ്ടി അവൾ വിശേഷമായ വസ്ത്രങ്ങൾ ധരിച്ച് വഴിയിലിരുന്ന് ഒരു വേശ്യയെ പോലെ അവൾ അവിടെ ഇരുന്ന് ദൈവത്തിന്റെ ആഗ്രഹത്തെ നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. तो उसके मन में जो है उत्पत्ति का किताब 12 नंबर अध्याय 1 से लेकर 3 तक, ये जो परमेश्वर के आशीष के बारे में जो वादा लिखा हुआ है वो वादा उसके मन में है, प्रॉमिस उसके मन में है. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ആ ദൈവത്തിന്റെ വാഗ്ദത്തം അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. और हम जानते हैं कि मत्ती का 1:3 में ये तामार का यीशु मसीह का वंशावली में उस तामार का नाम आया हुआ है. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഈ താമാറിന്റെ പേര് കൂടെ അവിടെ ചേർക്കുവാനിടയായി. तामार जानते हैं कि हमारे वंश में मसीहा का जन्म होगा. താമാർ ആഗ്രഹിക്കുന്നത് തന്റെ പാരമ്പര്യത്തിൽ തന്റെ വംശപരമ്പരയിൽ യേശു ജനിക്കണം. इसलिए वो यहूदा से ही संतान प्राप्त करना चाहती है. അതുകൊണ്ട് അവൾ യഹൂദയിൽ കൂടെ തന്നെ തന്റെ സന്തതി പരമ്പരയെ ഉൽപ്പാദിപ്പിക്കുവാൻ അവൾ ആഗ്രഹിക്കുക. तो तामार के मन में परमेश्वर की प्रतिज्ञा है. താമാറിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. जीवन को उत्पन्न करने के लिए उसके पास ऐसा एक मन है. ജീവനെ സൃഷ്ടിക്കുന്നത് അവളുടെ മനസ്സിൽ ആഗ്രഹമായിരുന്നു. ऐसा देखेंगे तो अभी तामार जो है अपने ससुर के पास गई, लेकिन ये जीवन प्राप्त करना ऐसा देखेंगे तो वो हो नहीं सकता है. താമാർ തന്റെ അമ്മായി അച്ഛന്റെ അടുക്കൽ ചെന്ന് അവൻ മുഖാന്തരം ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ശ്രമകരമായ വിഷയമാണ്. और जब वो अपने ससुर के पास जाती है और उसके मालूम है कि जब संतान प्राप्त होगा, बच्चा प्राप्त होगा, तो व्यवस्था में लिखा है कि इस प्रकार से अनलीगल ऐसा बच्चा अगर पैदा होता है तो उस स्त्री को पत्थर से मार दिया जाए. എന്നാൽ വ്യവസ്ഥ പ്രകാരം ജനിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ
നേരായ മാർഗത്തിൽ കുഞ്ഞ് ജനിക്കാതിരുന്നാൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ള ഒരു നിയമം ഉള്ളപ്പോൾ അവൾക്കത് നിയമപരമായി തന്നെ അവൾക്കത് സാധിച്ചെടുക്കണമായിരുന്നു. तो इसलिए उस तामार ने अपने ससुर का कंधे का वस्त्र और लाठी और इस प्रकार से चीजें उसने अपने लिए मांग ली. അതുകൊണ്ട് അവൾ ആമേൻ മോശമായ സ്ത്രീ എന്ന് മറ്റുള്ളവർ മുദ്ര കുത്താതിരിക്കേണ്ടതിന് അവൾ ആ യഹൂദയുടെ വിശേഷമായ വസ്ത്രവും വടിയും ചില സാധനങ്ങൾ അവൾ കൈക്കലാക്കുവാനിടയായി. वो कितना अच्छा बुद्धिमान स्त्री है. എത്രത്തോളം ബുദ്ധിയുള്ള സ്ത്രീ എന്ന് ചിന്തിച്ചു നോക്കി. उसको मालूम पड़ा कि जब संतान प्राप्त होगा तो मुझे पत्थर मार सकते हैं, मुझे मार डाल सकते हैं, इसलिए जब लोगों को पता चलेगा कि ये यहूदा का बच्चा है और वो उसका प्रूफ क्या है, उसका पुरावा क्या है, हाँ ये यहूदा की लकड़ी, उसका कंधे का कपड़ा और ऐसा दो तीन चीजें उसने रख ली ताकि कोई भी कुछ आएगा तो उसको वो पुरावा दिखा सके. പ്രൈസ് ദി ലോർഡ്. അവൾ അവളിൽ കൂടെ ജനിക്കുന്ന സന്തതി യഹൂദയുടെ സന്തതിയാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി, അതിന്റെ തെളിവ് കൊടുക്കാൻ വേണ്ടി യഹൂദയിൽ നിന്നും ഒരു ചില വസ്തുക്കൾ അവൾ കൈക്കലാക്കി. तो तामार को परमेश्वर के अनुग्रह के द्वारा, परमेश्वर के दया के द्वारा उसको वो जीवन प्राप्त करती है. താമാർ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ ജീവൻ അവളത് പ്രാപിച്ചെടുക്കുവാൻ, അവളുടെ ഭാവി അത് പ്രാപിച്ചെടുക്കുവാൻ ഇടയായി തീർന്നു. तो परमेश्वर अगर अनुग्रह नहीं देता है तो हम कुछ भी नहीं कर सकते. അതെ, ദൈവം അനുഗ്രഹിച്ചില്ല എങ്കിൽ നമുക്കൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. हम इधर वडाला में जब प्रार्थना चलाते थे तो बहुत मुश्किल का सामना किया. ഞാനിവിടെ വടാലയുടെ പ്രദേശത്തിലെ ആരാധന ആരംഭിക്കുമ്പോൾ വളരെ പ്രതികൂലമായിരുന്നു. एक बार फ्राइडे का दिन हम लोग उपवास प्रार्थना कर रहे थे. जो भाड़े से चर्च लिया था, दूसरे का साल्वेशन आर्मी वालों का भाड़े से लिया था, तो हम लोग दोपहर के ऐसा 2 बजे उपवास करके प्रार्थना में बैठे थे. तो वो चर्च का कोई लेडी आके हमको उधर से प्रार्थना से ही हमको भगाया उधर से. അവിടെ വടാലയിലെ ഒരു സാൽവേഷൻ ആർമി ചർച്ചിൽ ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഞങ്ങളെ ആരാധന മധ്യയിൽ നിന്ന് തന്നെ ഞങ്ങളെ ഇറക്കി വിടുവാനിടയായി. तो उस समय में हमको भी इतना दुख लगता अंदर. हम लोग ने उस मैडम को बोला, सिस्टर हम तो देश के लिए प्रार्थना करते हैं, हम लोग लोगों के लिए प्रार्थना करते हैं, आपके लिए प्रार्थना करने के लिए अभी बैठे हैं. लेकिन वो बोलते हैं कि तुमको ये फ्राइडे का दिन, उसने बोला इधर से निकल जाओ जल्दी, अगर तुम इधर ऐसा करेंगे तो इधर नहीं आने का दोबारा, ऐसा करके हमको बहुत चिल्लाई. ഞങ്ങൾ അവരോട് പറഞ്ഞു, മാഡം ഞങ്ങളിവിടെ പ്രാർത്ഥന നടത്തുന്നത് ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, മധ്യസ്ഥ പ്രാർത്ഥനയാണ്, അത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കണമെന്ന് പറയുമ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങനെ പറയാനിടയായി, നിങ്ങളെ ഈ വെള്ളിയാഴ്ച ഇവിടെ ആരാണ് ആരാധിക്കാൻ അവസരം ഒരുക്കിയത്? ഇവിടെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല, ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. अपन ये गॉड्स मिशन का इस प्लेटफॉर्म में आराधनालय मिलने के लिए प्रार्थना किया. बहुत कितने शुरुआत से बहुत टाइम ऐसा प्रार्थना किया. ഈ ഗോഡ്സ് മിഷന്റെ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞു. ഒത്തിരി പ്രാവശ്യം ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി ഞങ്ങൾക്ക് ഒരു ആരാധനാലയം ലഭിക്കണമെന്ന്. तो ये गॉड्स मिशन का प्लेटफॉर्म में आपने प्रार्थना के द्वारा, लेकिन मेरे मन में प्रार्थना तो करते थे, आप लोग सब प्रार्थना करते, लेकिन मेरा सोच में क्या आता था, ये तो मुश्किल है, तो वडाला में जगह लेना बोले तो इधर बहुत ही महंगा जगह है ही नहीं, और है तो इतना महंगा जगह है. दादर एरिया मतलब इधर ये मुंबई का बहुत ही महंगा जगह है. तो मैं सोच रहा था कि प्रार्थना तो कर रहे हैं लेकिन ये तो मुश्किल है, तो नहीं होगा करके मेरा ऐसा सोच था. പ്രാർത്ഥനാ വിഷയം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചിന്തയായിരുന്നു, ഈ വടാലയുടെ പ്രദേശം അല്ലെങ്കിൽ ദാദർ ഈ ഏരിയകളിൽ ഒരു സ്ഥലം ലഭിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ വിഷയമാണ്. കാരണം ഇവിടെ എല്ലാം ഏറ്റവും വിലയേറിയ പ്രീസലോടെ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഇത്രയും വിലയുള്ള സ്ഥലത്ത് ഞങ്ങൾക്കൊരു സ്ഥലം ലഭിക്കുക എന്നുള്ളത് അത് ബുദ്ധിമുട്ടാണെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. तो फिर अचानक से फिर ऐसा
फिर क्या हो गया कि एक जन ने प्रार्थना के लिए मुझे बुलाया, एक ब्रदर ने प्रार्थना के लिए बुलाया वाशी में। ഒരു സഹോദരൻ പ്രാർത്ഥനയ്ക്കായി എന്നെ വാശിയിൽ ക്ഷണിക്കുകയുണ്ടായി. वो बोलता है कि पास्टर मेरा दोनों बच्चों को डॉक्टर ने बोल दिया कि दोनों जुड़वा बच्चा जन्म हुआ और वो 7 महीना में बच्चा जन्म हुआ उसका। അദ്ദേഹത്തിന് ആമേൻ ഏഴാം മാസത്തിൽ ജനിച്ച 2 ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. अभी डॉक्टर बोलता है कि 3 महीना हॉस्पिटल में रखना पड़ेगा और डेली उसका 50,000 रुपीस इधर पे करने का। ഡോക്ടർ പറഞ്ഞു 3 മാസം ഈ കുഞ്ഞിനെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഒരു ദിവസം और फिर 50,000 രൂപയോളം അടയ്ക്കേണ്ടി വരും. फिर हम लोग आपसे लिख लेंगे कि ये बच्चा जिंदा नहीं रहेगा तो हम लोग को कुछ बोलने का नहीं, उसका कोई गारंटी नहीं जिंदा ही रहेगा करके। എന്നിട്ട് അദ്ദേഹത്തോട് പറയാനിടയായത്, നീ എഴുതി തരണം, ഈ കുഞ്ഞ് ഇനി ജീവിക്കുമോ മരിക്കുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പില്ല. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദി അല്ല എന്നുള്ളത് നിങ്ങൾ എഴുതി तരണം. तो हम लोग फिर 2-3 ब्रदर लोग उधर जाके रास्ते में ही प्रार्थना कर रहे थे और मैंने इधर भी अपना प्लेटफॉर्म में भी प्रेयर रिक्वेस्ट बोला था। ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പ്രാർത്ഥന വിഷയം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം ഞങ്ങൾ 2-3 സഹോദരങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. तो फिर वो दोनों बच्चों का डॉक्टर ने बोला कि जिंदा नहीं रहेगा, तो और उसके पास पैसा भी नहीं था, डेली 50,000 रुपीस। तो बोला ये तो नहीं हो सकता है क्योंकि उसने गाड़ी लिया, घर लिया और उसका ईएमआई भरने में मेरे पास कोई पैसा जमा नहीं है, खाली वो थोड़ा पैसा मैंने जमा रखा था ये डिलीवरी के लिए, वो 9 महीना के बाद होगा करके थोड़ा पैसा मैंने बैलेंस करके रखा। अभी मेरे पास ना पैसा है और कुछ भी नहीं है और क्या करेंगे। तो फिर हम लोग उसको इधर मुंबई का केएम हॉस्पिटल में, जे हॉस्पिटल में, कस्तूरबा हॉस्पिटल में, इधर उधर हम लोग पूछताछ कर रहे हैं, लेकिन वो लोग बोलते हैं ऐसा हम लोग नहीं, ऐसा नहीं ले सकते। അദ്ദേഹം ഇങ്ങനെ പറയാനിടയായി, 9 മാസം കഴിയുമ്പോൾ സാധാരണ കുഞ്ഞ് ജനിക്കും. ആ സമയത്ത് കുഞ്ഞിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്പമായ തുകയെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ഇഎംഐ അടയ്ക്കാനുണ്ട്. ഒത്തിരി വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ അത്രയും കാശില്ല. അദ്ദേഹം വളരെ വിഷമിച്ചു. അദ്ദേഹം പറയാനിടയായി ഇങ്ങനെ കാശില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ബോംബെയുടെ കെഎം ഹോസ്പിറ്റൽ, ജെ ഹോസ്പിറ്റൽ, നായർ ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള ചില ഹോസ്പിറ്റലുകളെല്ലാം പോയി ഞങ്ങൾ അന്വേഷിക്കാനിടയായി. അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞിനെ സ്വീകരിക്കാൻ സാധ്യമല്ലായിരുന്നു. तो अभी फिर वो वाशी का जो हॉस्पिटल है जिधर जन्म हुआ बच्चों का, जुड़वा बच्चे का, बहुत ही छोटे छोटे बच्चे, तो मैं जब पहली बार उनको देखा तो मुझे तो बेड बिस्तर में दिखे ही नहीं रहे थे, इतना छोटे छोटे थे। तो उसका बेड शीट वो सब नहीं दिख रही, इतना छोटा छोटा बच्चा लोग। तो डॉक्टर बोल रहा है कि अगर इनको तुम हॉस्पिटल के बाहर निकालोगे, एम्बुलेंस में डालोगे, वो रास्ते में ही मर सकते। കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. അവിടെ പ്രീസുള്ളോട് സാധാരണ കുഞ്ഞുങ്ങളെക്കാളും ഏറ്റവും വലിപ്പം കുറഞ്ഞ കുഞ്ഞുങ്ങളായിരുന്നു. അവരിങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുന്നത്. എന്നാൽ ഡോക്ടർ ഇങ്ങനെ പറയാനിടയായി, ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഈ ബെഡിൽ നിന്ന് മാറ്റിയാൽ, ഇവിടെ നിന്ന് നിങ്ങൾ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ആ കുഞ്ഞ് മരണപ്പെടുവാൻ സാധ്യതയുണ്ട്. तो फिर हम लोग अब वो जो भाई है उसका भी एकदम वो मेंटली थोड़ा उसका प्रॉब्लम हो गया, किधर भी जा रहा है उसको समझ में नहीं आ रहा करे तो क्या करे। तो ऐसी स्थिति में हम लोगों ने जो प्रार्थना किया था कि परमेश्वर पिता आप अनुग्रह दीजिए, बच्चे लोग को जीवित रखिए, ऐसा करके अपन लोगों ने आपने प्रार्थना किया था। ആ സഹോദരൻ വളരെ മാനസികമായിട്ട് വളരെ വിഷമം അനുഭവിച്ചു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ആ കുഞ്ഞിനെ ജീവനുള്ള കുഞ്ഞുങ്ങളായി ഞങ്ങൾക്ക് തിരികെ തരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. और वो बच्चे अभी उनका चौथा साल, अभी 4 साल खत्म हो गया, अभी 5 में एंटर हो गया अभी वो बच्चे लोग। ഇന്ന് ആ 2 കുഞ്ഞുങ്ങളും 4 വയസ്സ് പൂർത്തീകരിച്ച് 5ാം വയസ്സിലേക്ക് പ്രവേശിക്കുക. फिर तभी वो भाई ने मन में ऐसा रखा था कि वो उसने भी प्रार्थना किया था कि प्रभु अगर मेरा बच्चा लोग को जीवन मिलता है, जिंदा रहता है, तो मुझे पिता परमेश्वर आपके आपके लिए भी कुछ, आपके लिए थोड़ा बहुत कुछ करना है। അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, ദൈവമേ എനിക്ക് ഈ 2 കുഞ്ഞുങ്ങളെ ജീവനോടെ നൽകുമെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും.
और इस प्रकार से फिर वो भाई ने ये जो आराधना लेने लेने के लिए मदद की। ആ സഹോദരനാണ് ഞങ്ങൾക്കിവിടെ ആരാധന നടത്തുവാൻ സ്ഥലത്തിന് വേണ്ടി സഹായിച്ചത്. और उसने गवाही दिया कि मैंने आप लोग को नहीं बोला था, लेकिन मैंने पर्सनली प्रार्थना किया था कि अगर मेरा बच्चा लोग जीवित रहेगा तो फिर इस प्रकार की ये जो है मैं ये मुझे ही नहीं और मुंबई में किसी को मुझे जो अगुवाई होगा मैं उसको ऐसा एक मदद करने का ही करके। അദ്ദേഹം ആമേൻ ഞങ്ങളോടും പറഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ഞാന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു. ദൈവം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. तो इस प्रकार से मतलब कैसे मेरा मन ऐसा धन्यवादी हुआ कि परमेश्वर किधर ऐसा लेके जाता है, कैसे लोगों से मिलाता है और किस प्रकार से परमेश्वर हमारा हमारा कठिनाई को देखता है, हमारा तकलीफ को देखता है और परमेश्वर जो जो उसका जो वचन हमें मिलता है, हमारा प्रार्थना परमेश्वर दिया वो वचन को परमेश्वर किस रीति से अद्भुत रीति से पूरा करते हैं। ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ദൈവിക വചനങ്ങൾ പൂർത്തീകരിക്കുവാൻ ദൈവം ഇങ്ങനെ പലരുടെ അടുക്കലേയും കൊണ്ടുപോവുകയും പല രീതിയിലും നമ്മുടെ കഠിനമായ അവസ്ഥകൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുവാൻ ദൈവം ഇങ്ങനെ അവസരങ്ങളെ ഒരുക്കുന്നു. तो अभी नीचे 40 और ऊपर में 60 लोग इस प्रकार से बैठ सकता, इस प्रकार से अभी प्रभु ने एक आराधना करने के लिए जगह दी। താഴെ 40 പേര് ഇരിക്കാനും മുകളിൽ ഒരു 60 പേര് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ആരാധനാലയം ദൈവം അവിടെ ഒരുക്കി തന്നു. तो परमेश्वर ने प्रार्थना के द्वारा परमेश्वर ने इस प्रकार से अनुग्रह दिया। പ്രാർത്ഥന മുഖാന്തരം ദൈവം ഇങ്ങനെ ഒരു അനുഗ്രഹപ്രദമായ ഒരു വഴി ഒരുക്കി. तो मेरे मन में ऐसा है कि मेहनत बहुत करेंगे, मेहनत बहुत करेंगे, दुनिया के लोग भी बहुत मेहनत करते हैं, बहुत मेहनत करेंगे, लेकिन परमेश्वर अगर अनुग्रह नहीं देता है तो वो मेहनत से क्या होगा। നമ്മൾ ഒത്തിരി അധ്വാനിക്കും, ഒത്തിരി പരിശ്രമിക്കും, പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം അതിലില്ല എങ്കിൽ എന്ത് പ്രയോജനം? तो इसलिए हमारा जीवन में कभी कभी बहुत कठिनाई, मुश्किलें, तकलीफ होती है, दर्द होता है, लेकिन आ, उसका उसके बाद में उसका एक फल भी मिलता है, उसका एक ब्लेसिंग भी मिल जाता है। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രതികൂലവും കഠിനപരമായ അവസ്ഥകളിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നുവെങ്കിലും അതിൽ നിന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കും. तो हमारा उद्धारकर्ता प्रभु यीशु मसीह ने बहुत सारा दुख उठाया और अपमान को सहा और झूठे आरोपों को भी सहा, बहुत दर्द सहा। हमारा उद्धारकर्ता परमेश्वर ने भी इस प्रकार से बहुत ही पीड़ा को सहा ताकि ये पूरा दुनिया के लिए उद्धार का मार्ग खुला हो। നമ്മുടെ രക്ഷകനായ കർത്താവും നമുക്ക് വേണ്ടി വളരെ പ്രതികൂലങ്ങളും വളരെ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി. तो इसलिए आत्मिक जीवन हम लोग जब जीते हैं तो कठिनाई, मुश्किलें, तो हम लोग को जब इधर प्रार्थना करते तो बहुत सारा उधर फैन भी नहीं था। इतना इतना गर्मी के अंदर हम लोग फैन वो उसको रेंट बोलता है वो रेंट दे रहे थे हम लोग, लेकिन फैन फैन भी नहीं था और साफ सफाई नहीं उसका हम लोग को भी ना करने देते तो ना वो भी नहीं करते। നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രമകരമായ വിഷയങ്ങൾ, പ്രതികൂലങ്ങളുടെ വിഷയങ്ങൾ കടന്നു വരാം. കാരണം ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ ഫാനൊന്നും ഇല്ലായിരുന്നു, വൃത്തിഹീനമായ സ്ഥലവുമായിരുന്നു. तो आज हमने तामार के बारे में देखा कि तामार एक किस प्रकार से एक बुद्धिमान स्त्री हो गई और तामार तामार के पास परमेश्वर का वचन है, तामार के मन में परमेश्वर की इच्छा है, तामार जो है परमेश्वर की इच्छा के अनुसार चलती है। നമ്മൾ ഇന്ന് പകൽക്കാലം താമാറിനെ കുറിച്ച് കേൾക്കുവാനിടയായി. താമാറിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ആഗ്രഹം അവളുടെ മനസ്സിലുണ്ടായിരുന്നു, അവൾ അത് നിവർത്തിക്കുവാൻ ശ്രമിച്ചു. അതുകൊണ്ട് അവൾ ദൈവഹിതപ്രകാരം മുന്നേറി. लेकिन एर और ओनान ये जो यहूदा के बच्चे लोग हैं, 2-3 बच्चे लोग हैं, लेकिन पहला एर, दूसरा ओनान, तीसरा शेला। लेकिन परमेश्वर के नजर में एर और ओनान ये 2 बेटा लोग दुष्ट निकले। क्यों? क्योंकि वो परमेश्वर का इच्छा को नहीं जानते। जो परमेश्वर चाहते हैं कि यहूदा का वंश आगे बढ़े, लेकिन वो लोग जीवन को प्राप्त नहीं करते। इसका वो तो शास्त्र में लिखा है कि वो परमेश्वर के नजर में दुष्ट थे, इसलिए परमेश्वर ने उनको मार डाला।
യഹൂദയുടെ മൂന്ന് മക്കളായ ഏർ, ഓനാൻ, ഷേല എന്ന 3 മക്കളുണ്ടായിരുന്നു. അവരിൽ കൂടെ ദൈവം തന്റെ പദ്ധതിയെ നിവർത്തിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷേ അവർ ദൈവത്തിന് അനിഷ്ടരായി തീർന്നത് കൊണ്ട് ദൈവം ഏനാനെയും പ്രീസുകളോട് ഏറിനെയും നശിപ്പിക്കുവാൻ ഇടയായി തീർന്നു. तो एर और ओनान अपने खुद के इच्छा से पकड़े हैं, अपना खुद का सोच के द्वारा वो पकड़े, अपना खुद का इच्छा के द्वारा वो पकड़े हुए हैं. ഏറും ഓനാനും തന്റെ സ്വന്തം അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന വ്യക്തികളായിരുന്നു. इसलिए इसलिए वो परमेश्वर का वादा उनके मन में नहीं है, इसलिए परमेश्वर का इच्छा उनका मन में नहीं है. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോ ദൈവത്തിന്റെ ആഗ്രഹങ്ങളോ അവരുടെ മനസ്സിലില്ലായിരുന്നു. तो अपनी अपनी इच्छा से अगर हम लोग पकड़े रहेंगे तो हम भी परमेश्वर से दूर चले जाएंगे. നാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകും. तो कलीसिया के अधीन रहेंगे, परमेश्वर के अधीन रहेंगे. जो परमेश्वर हमारा अगुवाई करेगा. जब हम लोग कलीसिया के अधीन है, परमेश्वर के अधीन है, तो परमेश्वर हमारा अगुवाई करेंगे, परमेश्वर हमें चलाएंगे. നമ്മൾ ദൈവത്തിന് അധീനപ്പെട്ട് ദൈവഹിത പ്രകാരവും സഭയ്ക്ക് കീഴിലും നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിന് നന്മകൾ പ്രാപിച്ചെടുക്കാൻ കഴിയും. तो तामार जो है वो क्यों यहूदा का बीज प्राप्त करना चाहती है? क्योंकि वो परमेश्वर की इच्छा को जानती है. താമാർ എന്തുകൊണ്ടാണ് യഹൂദയിൽ നിന്നും സന്തതി ജനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? കാരണം ദൈവത്തിന്റെ ഹിതം അവൾക്ക് അറിയാമായിരുന്നു. तो मैं बहुत बहुत धन्यवाद देता हूँ, प्रभु की स्तुति करता हूँ कि परमेश्वर ने इस प्रकार से, पास्टर ने मुझे कॉल किया था कि आप थोड़ा वचन बताइए. तो इस प्रकार से प्रभु ने वचन बोलने के लिए मौका दिया करके मैं धन्यवाद बोलता हूँ. ഇന്ന് പകൽക്കാലം വചനം സംസാരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്ത് തന്നെ അറിയിക്കുവാൻ ഇടയായി ദൈവവചനം പ്രസംഗിക്കണമെന്ന്. और अपना जॉय पास्टर को भी धन्यवाद देता हूँ कि उन्होंने ये हिंदी में अच्छा, अपना मलयालम भाषा में अच्छा ट्रांसलेट किया करके मेरा मन बहुत धन्यवादी है. പ്രൈസ് ലോർഡ്. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ചെയ്ത കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്റർക്ക് നന്ദി പറയുന്നു. आपने भी अच्छा वचन सुना करके मैं धन्यवाद बोलता हूँ. നിങ്ങൾ നല്ല രീതിയിൽ വചനം കേട്ടതിനായി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. थैंक यू पास्टर. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.